ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ പ്രഭാതവും ഓരോ ദിവസവും ദൈവത്തിൻ്റെ അമൂല്യ ദാനങ്ങളാണ്. എന്നാൽ പല പ്രഭാതങ്ങളും നമ്മെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളുമായിട്ടാണ് നമ്മെ എതിരേൽക്കുന്നത്. കൊലപാതകങ്ങളുടെ നീണ്ട പരമ്പര, ഒളിച്ചോട്ടങ്ങൾ, ആത്മഹത്യകൾ, ഇങ്ങനെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒത്തിരി കാഴ്ചകൾ കാണേണ്ടി വരുന്നല്ലോ നമ്മുടെ കണ്ണുകൾക്ക് എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ വേദന ഓരോരുത്തർക്കും തോന്നുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം മനുഷ്യനിൽ സ്നേഹം വറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. സ്നേഹം അതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയത്. അത് അമൂല്യമാണ്. ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ സ്നേഹം. അതൊരിക്കലും ആർക്കും വിലമതിക്കുവാൻ പോലും കഴിയുകയില്ല, വില കൊടുത്ത് വാങ്ങുവാനും കഴിയുകയില്ല. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് തീർച്ചയായും നാം ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ദുഃഖിക്കുന്ന പലരും ഈ ഭൂമിയിൽ ഉള്ളൊരുകി കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ജനിപ്പിച്ച മാതാപിതാക്കന്മാർ ഒരായുസ് നൽകി തങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരുടെ അരികിൽ ഒന്നിരിക്കുവാൻ, വാർദ്ധക്യത്തിലായിരിക്കുന്ന അവരുടെ വിറയ്ക്കുന്ന കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ ഒന്ന് പറയുവാൻ സമയമില്ലാത്ത, പണത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, മോഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി ഓടുന്ന തലമുറകൾ തീർച്ചയായും ലജ്ജിച്ചു പോകും, ദുഃഖിച്ചു പോകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാം നമുക്ക് ചുറ്റുമുള്ളവർക്കായി നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്നതിന് സമയം നീക്കിവെക്കണം. കാരണം മരണം ഏത് നിമിഷം ആണ് കയറി പിടിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്താണ് മരണം കയറി പിടിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കുടുംബമായി ജീവിക്കുന്നവർ, മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും അമ്മയ്ക്കും അപ്പനും ഒരല്പസമയം അവരെ സ്നേഹിക്കുവാൻ വേണ്ടി നാം മാറ്റിവെക്കണം. അവർ നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു, അത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സ്നേഹമുണ്ടെന്നാണ് ചിലർ പറയുന്നത്, എന്നാൽ പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത സ്നേഹം പിശുക്കൻ്റെ നാണയപാത്രത്തിലെ ക്ലാവ് പിടിച്ച നാണയം പോലെ ഉപയോഗശൂന്യമാണ്. സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസ്നേഹം തന്നെ എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നാം കാണും. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ പറയുന്നു. ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടത് കാൽവറിയിലാണ്. ക്രൂശിലെ സ്നേഹം എന്നൊക്കെ നാം അതിനെ വിളിക്കുന്നുണ്ട്. ദൈവമനുഷ്യൻ്റെ സദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നു, യേശുക്രിസ്തു എന്ന നാമം ധരിച്ചു. അവിടുന്ന് പാപികളെയും രോഗികളെയും കണ്ട് മനസ്സലിഞ്ഞു. പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മെ ജീവിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ ആൾരൂപമാണ്. ആ സ്നേഹം രുചിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ലോകചിന്തകളിൽ നിന്നും ലോകസ്നേഹത്തിൽ നിന്നും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് നല്ലൊരു പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കണം. നമുക്ക് മാറുവാൻ തീരുമാനമെടുത്താൽ, നമ്മുടെ മനസ്സ് ഒന്ന് പുതുക്കുവാൻ തീരുമാനമെടുത്താൽ
തീർച്ചയായും നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ദൈവകൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു വശം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിന് അപ്പുറം ഒന്നുമില്ല. സ്നേഹം അതാണ് ദൈവം നമുക്ക് നൽകിയത്, അതാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്നേഹിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യൻ മൃഗമായി മാറുന്നു. അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ചുറ്റിക്കടിച്ചു കൊല്ലുന്നു. അങ്ങനെയുള്ള അനർത്ഥങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: സ്നേഹം എന്താണെന്ന് അവർ അനുഭവിക്കുന്നില്ല. കാൺമീൻ താൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹിക്കുവാൻ നാം പഠിക്കണം. സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ വെച്ച് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. അവസരങ്ങളൊന്നും പാഴാക്കരുത്. നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഉള്ളിൽ നിന്ന് പകയും വിദ്വേഷവും പിണക്കവും വാശിയും വൈരാഗ്യവും എല്ലാം നീക്കിക്കളയാം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ നമുക്ക് വാഞ്ചിക്കാം. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹം ഞങ്ങളിൽ നിറയണമേ. സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകണമേ. എല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഞങ്ങളൊന്നുമില്ല എന്നുള്ള ചിന്ത ഞങ്ങളെ ഭരിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെ